ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന യുവാവ് മോഷണം നടത്തിയിരുന്നത് കുടുംബസമേതമെത്തി. പകൽ ജോലിക്കിടയിൽ ഇടവഴികളും വീടുകളും മനസ്സിലാക്കി രാത്രിയിലെത്തി വാഹനങ്ങൾ മോഷ്ടിക്കുന്നതാണ് രീതി. സംഭവം ആലുവയിലാണ്. കീഴ്മാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് നീർച്ചാൽ ടിപ്പു മൻസിലിൽ 30 വയസ്സുള്ള അബ്ദുൽ നസീറാണ് ആലുവ പോലീസിന്റെ കസ്റ്റഡിയിലായത്. പവർ ഹൗസ് ജംഗ്ഷന് സമീപത്തെ വീട്ടുമുറ്റത്ത് നിന്നാണ് പ്രതി ജിനോ എന്നയാളുടെ ബുള്ളറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. മോഷണത്തിനായി കുടുംബസമേതം ആക്ടീവ സ്കൂട്ടറിലാണ് പ്രതി ആലുവ ടൗൺ ഭാഗത്തെത്തിയത്. പിന്നീട് സ്കൂട്ടർ ടൗൺ ഭാഗത്ത് ഒളിപ്പിച്ചതിനു ശേഷം കുടുംബത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തി. ബുള്ളറ്റ് മോഷ്ടിച്ച് തിരികെയെത്തി ഇരുവരെയും കയറ്റിപ്പോയി. പിറ്റേ ദിവസം പകൽ തിരികെ എത്തി സ്കൂട്ടറും എടുത്തുകൊണ്ടുപോയി. തുടർന്ന് കോയമ്പത്തൂരിലേക്കും കടന്നു. വീണ്ടും മോഷണത്തിനായി മുപ്പത്തടം ഭാഗത്ത് കറങ്ങി നടക്കുന്നതിനിടയിലാണ് നസീർ പോലീസിന്റെ പിടിയിലായത്. മോഷണം പോയ ബുള്ളറ്റും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. സാമൂഹ്യ മാധ്യമത്തിലെ പരസ്യം കണ്ട് 2 വീലറുകൾ വാടകയ്ക്കെടുത്ത് ഉടമകൾ അറിയാതെ മറിച്ചു വിൽക്കുന്ന രീതിയും പ്രതിക്കുണ്ട്. ഇതിനായി സൂക്ഷിച്ച ഒരു ബുള്ളറ്റും ആക്ടീവയും കണ്ടെടുത്തിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അബ്ദുൽ നസീറിനെ പിടികൂടിയത്. മലയാളം ടെലിവിഷൻ, കൊച്ചി.